കത്തുന്ന വെയിലിൽ കർഷകർ അധ്വാനിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു ശാന്തമായ ഗ്രാമത്തിൽ കൃഷ്ണൻ എന്ന ഒരാൾ തൻ്റെ വയലുകളിൽ അക്ഷീണം പണിയെടുത്തു. എന്നാൽ ഒരു വർഷം ഒരു ഭീകരമായ വരൾച്ച എല്ലാം മാറ്റിമറിച്ചു. വളരെ കാലം മുമ്പ് ദക്ഷിണേന്ത്യയിലെ ശാന്തമായൊരു ഗ്രാമത്തിൽ കൃഷ്ണൻ എന്ന വൃദ്ധനായൊരു കർഷകൻ താമസിച്ചിരുന്നു. കത്തുന്ന വെയിലിനെയും കനത്ത മഴയെയും വകവയ്ക്കാതെ നെൽപ്പാടങ്ങളിൽ അക്ഷീണം പണിയെടുത്തുകൊണ്ടാണ് അദ്ദേഹം ദിവസങ്ങൾ ചിലവഴിച്ചത്. ഭാര്യ മീനാക്ഷി സ്നേഹനിധിയായൊരു സ്ത്രീയായിരുന്നു. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എപ്പോഴും ഒരു ചൂടുള്ള ഭക്ഷണം കാത്തു സൂക്ഷിച്ചിരുന്നു. ഒരു വർഷം ദേശത്ത് ഒരു ഭയാനകമായ വരൾച്ച വന്നു. നദികൾ വറ്റി, വിളകൾ വാടി, ഭക്ഷണത്തിന് ക്ഷാമം നേരിട്ടു. ഭർത്താവിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വിഷമിച്ച മീനാക്ഷി അടുക്കളയിൽ തിരഞ്ഞെങ്കിലും ഒരു പിടി അരി മാത്രമേ കിട്ടിയുള്ളൂ. ഒരു മുഴുവൻ ഭക്ഷണത്തിന് അത് പര്യാപ്തമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ കൃഷ്ണനെ വിശപ്പകറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. വേഗത്തിൽ ചിന്തിച്ചുകൊണ്ട് അവൾ അധിക വെള്ളം ചേർത്ത് അരി തിളപ്പിച്ചു. തീയിൽ പതുക്കെ വേവിക്കാൻ അനുവദിച്ചു. ധാന്യങ്ങൾ മൃദുവായപ്പോൾ അന്നജം കലർന്ന ദ്രാവകം കട്ടിയായി ചൂടുള്ള ആശ്വാസകരമായ കഞ്ഞിയായി മാറി. അവൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഒരു കളിമൺ പാത്രത്തിൽ അച്ചാറും വറുത്ത പയറും ചേർത്ത് വിളമ്പി. കൃഷ്ണൻ ആദ്യമായി കുടിക്കുമ്പോൾ തന്നെ ഒരു ഊഷ്മളത ശരീരത്തിലൂടെ പടർന്നു. മീനു, ഇത് തികച്ചും അനുയോജ്യമാണ്. ഇത് ഭാരം കുറഞ്ഞതും പോഷിപ്പിക്കുന്നതും ആശ്വാസകരവുമാണ്. പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു. മീനാക്ഷി നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുടച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ അരി വെള്ളത്തിൽ തിളപ്പിച്ചത് മാത്രമാണ്. നമുക്കിതിനെ കഞ്ഞി എന്ന് വിളിക്കാം. ഗ്രാമം മുഴുവൻ വാർത്ത പരന്നു. താമസിയാതെ കഞ്ഞി കർഷകർക്കും രോഗികൾക്കും പ്രായമായവർക്കും ഒരു പ്രധാന ഭക്ഷണമായി മാറി. അത് ആശ്വാസത്തിന്റെയും ലാളിത്യത്തിന്റെയും പോഷണത്തിന്റെയും ഒരു ഭക്ഷണമായിരുന്നു. പ്രയാസകരമായ സമയങ്ങളിൽ പോലും സ്നേഹത്തിനും ജ്ഞാനത്തിനും ഏറ്റവും ലളിതമായ ചേരുവകളെ ജീവൻ നിലനിർത്തുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു. അന്നു മുതൽ കഞ്ഞി ദക്ഷിണേന്ത്യൻ പാചക രീതിയുടെ പ്രിയപ്പെട്ട ഭാഗമായി മാറി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ആസ്വദിക്കപ്പെട്ടു. ഒരു എളിയ പാത്രം അരിക്കഞ്ഞിയുടെ ഊഷ്മളതയും അതിനെ സവിശേഷമാക്കിയ സ്നേഹവും ആളുകളെ എപ്പോഴും ഓർമ്മിപ്പിച്ചു. കഞ്ഞിക്ക് ഇത്രയും ശക്തമായൊരു ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അച്ചാറുകൾ, തേങ്ങ അല്ലെങ്കിൽ പയർ ഇവ ഉപയോഗിച്ച് ഇത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയൂ. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ കുളിർപ്പിച്ചെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഭക്ഷണപ്രേമികൾക്കും ഇത് ലൈക്ക് ചെയ്ത് പങ്കിടുക. ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ ആകർഷകമായ കഥകൾക്കായി ഭാരത് കഥ സബ്സ്ക്രൈബ് ചെയ്യുക.